എല്ലാവർക്കും നമസ്കാരം. സുലൂസ് ജികെ ട്രിക്സ് ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠം ഓസ്കാർ 2024 എന്ന പാഠം. 2024 ഓസ്കാർ അവാർഡ് കിട്ടിയ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളുമാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അത് ഓരോന്നും സുലൂസ് ജികെ ട്രിക്സിലൂടെ എങ്ങനെ മറക്കാതെ പഠിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. 1. മികച്ച ചിത്രം ഓപ്പൺഹൈമർ. ഒന്നാമത്തെ ചോദ്യം, 2024 ഓസ്കാർ അവാർഡ് ലഭിച്ച മികച്ച ചിത്രം ഏതാണെന്നാണ്. ഉത്തരം ഓപ്പൺഹൈമർ. ജെ റോബർട്ട് ഓപ്പൺഹൈമർ എന്ന അമേരിക്കൻ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനും ഫാദർ ഓഫ് ആറ്റം ബോംബിൻ്റെ പിതാവുമായ ഓപ്പൺഹൈമർ അദ്ദേഹത്തിൻ്റെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിൽ നിക്ഷേപിച്ച ആറ്റം ബോംബിൻ്റെ സൃഷ്ടാവായ ഓപ്പൺഹൈമർ അതിനുശേഷം ആ ദുരന്തത്തിൽ മനംനൊന്ത് ആറ്റോമിക് ബോംബുകൾക്ക് എതിരാവുകയും ഗവൺമെൻറ് ഓഫ് അമേരിക്കയുടെ ഹൈഡ്രജൻ ബോംബിനെ എതിർക്കുകയും അങ്ങനെ ഗവൺമെൻറ്റിന് താല്പര്യമില്ലാത്ത വ്യക്തിയുമായി അവരുടെ ഈ ആറ്റം ബോംബുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്ത ഒരുപാട് മാനസിക സംഘർഷത്തിന് വിധേയനായ ഒരു മഹാനായ ശാസ്ത്രജ്ഞൻ്റെ കഥയാണ് ഓപ്പൺഹൈമർ. ഇനി നിങ്ങൾ എന്തായാലും ഈ പേര് മറക്കില്ല. 24 ഓസ്കാർ ആർക്ക്? ഓപ്പൺഹൈമർക്ക്. രണ്ടാമത്തെ ചോദ്യം, റിട്ടൺ, ഡയറക്റ്റഡ് ആൻഡ് കോ പ്രൊഡ്യൂസ്ഡ്. ഓപ്പൺഹൈമർ രചനയും സംവിധാനവും സഹനിർമ്മാണവും നിർവഹിച്ചിരിക്കുന്ന വ്യക്തിയാരെ? ക്രിസ്റ്റഫർ നോളൻ. ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ഓപ്പൺഹൈമറുടെ രചനയും സംവിധാനവും സഹനിർമ്മാണവും നടത്തിയിരിക്കുന്നത്. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം ഒരു പക്ഷേ എന്തായിരിക്കാം? ഡയറക്ഷൻ ആരാണ്? ഹൂ ഡയറക്റ്റഡ് ദ ഫിലിം ഓപ്പൺഹൈമർ? ഉത്തരം ക്രിസ്റ്റഫർ നോളൻ. നോളൻ എന്ന് പറയുന്ന വാക്ക് ഒരു പുതിയ വാക്കാണ്, ഒരു പ്രത്യേകതയുള്ള വാക്കാണ്. കേട്ടാൽ നമ്മൾ മറന്നു പോകാത്ത ഒരു പേരാണ് നോളൻ. നോളനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്ക് ഞാൻ പറയാം, നോളജ്. അല്ലേ? നോളജും നോളനുമായിട്ട് നല്ല ബന്ധമാണ്. നോളനുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്നു. ആറ്റം ബോംബിൻ്റെ ദുരന്തത്തെക്കുറിച്ച് ലോകത്തോട് സംവദിക്കാൻ വേണ്ടി സിനിമയെടുത്ത ജനങ്ങൾക്ക് ആ അറിവ് പകർന്നു നൽകാൻ സിനിമയെടുത്ത, ആ നോളജ് നൽകാൻ സിനിമയെടുത്ത വ്യക്തിയാണ് നോളൻ. നമ്മൾ നോളനെ നോളജുമായി ലിങ്ക് ചെയ്യുന്നു. ആരാണ് സംവിധായകൻ? ക്രിസ്റ്റഫർ നോളൻ. ഓക്കെ. ബെസ്റ്റ് ആക്ടർ, നല്ല നടൻ സിലിയൻ മർഫി. സിലിയൻ മർഫി എന്ന് പറയുന്ന ഐറിഷ് നടനാണ്, അഥവാ ഐറിഷ് ആക്ടറാണ് ഓപ്പൺഹൈമറായിട്ട് നമ്മുടെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിലിയൻ മർഫിയാണ്. സിലിയൻ മർഫി എന്ന് പറയുന്ന പേര് എൻ്റെ പ്രായമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ മർഫി ഒരു റേഡിയോയാണ്. പോക്കറ്റ് റേഡിയോ ആയിട്ടും അല്ലാത്തതായിട്ടുള്ള റേഡിയോയാണ് മർഫി. ഇന്നിപ്പോൾ മർഫി എന്ന് പറയുന്നത് ലോകത്തറിയപ്പെടുന്ന ലൈറ്റിംഗ് ബ്രാൻഡാണ്. ലൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ കമ്പനിയാണ് മർഫി. മറ്റ് പല ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മർഫി എന്ന പേരിലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ ഉള്ളിൽ സൂചിപ്പിച്ച ചിത്രം പറയാം. അത് ഓസ്കാർ വേദിയിൽ ബെസ്റ്റ് ഡയറക്ടർക്ക് അവാർഡ് വാങ്ങിക്കുന്ന വ്യക്തിയുടെ പോക്കറ്റിലൊരു മർഫി റേഡിയോ കിടപ്പുണ്ട്. മർഫി റേഡിയോ പോക്കറ്റിലിട്ടുകൊണ്ട് അവാർഡ് വാങ്ങുന്ന സിലിയൻ മർഫി, അതാണ് എൻ്റെ ഉള്ളിലെ ചിത്രം. ആ ചിത്രം അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ എന്ത് മറക്കില്ല? മർഫി എന്ന പേര് മറക്കില്ല. ഓക്കെ. ബെസ്റ്റ് ആക്ട്രസ് എമ്മ സ്റ്റോൺ. എമിലി ജീൻ എമ്മ സ്റ്റോൺ എന്നാണ് അവരുടെ മുഴുവൻ പേര്. പക്ഷേ അവരെ ലോകം വിളിക്കുന്നത് എന്താണ്? എമ്മ സ്റ്റോൺ എന്നാണ്. അമേരിക്കൻ നടിയാണ്, ലോകം അറിയപ്പെടുന്ന നടിയാണ്. 2016 ലാ ലാൻഡ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഓസ്കാർ നേടിയിട്ടുള്ള, ബെസ്റ്റ് ആക്ട്രസ് എന്ന് തന്നെ ഓസ്കാർ നേടിയിട്ടുള്ള ലോകം അറിയുന്ന സിനിമ നടിയാണ് ആര്? എമ്മ സ്റ്റോൺ. ഇനി എമ്മ സ്റ്റോൺ എന്ന് പറഞ്ഞെങ്കിൽ ഓർത്തിരിക്കാൻ പാടുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ ട്രിക്ക് കാണിക്കാം. എമ്മ സ്റ്റോണിൻ്റെ ഈയുടെ ഉച്ചാരണം എ എന്നാണല്ലോ. നമ്മൾ ഈ മാറ്റി വെച്ച് അവിടെ എന്തിടുന്നു? എ ഇടുന്നു. അപ്പോൾ എന്ത് കിട്ടും? അമ്മ സ്റ്റോൺ എന്ന് കിട്ടും. ഈ മാറ്റി നമ്മൾ എ ഇട്ടാൽ എന്ത് കിട്ടി?
അമ്മ സ്റ്റോൺ എന്ന് കിട്ടി. അമ്മ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ എല്ലാ വീട്ടിലും ഉള്ളതാണ് അമ്മ സ്റ്റോൺ. സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും വിലപിടിപ്പുള്ള കല്ലുകൾക്കാണ് നമ്മൾ സ്റ്റോൺ എന്ന് പറയുന്നത്. എല്ലാ വീട്ടിലുമുള്ള ഏറ്റവും വിലപിടിപ്പുള്ളതാണ് എന്ത്? അമ്മ സ്റ്റോൺ. ഓക്കെ, ഇനി വേറൊരു കാര്യമുള്ളത് ഇതിനകത്ത്, ഓപ്പൺഹൈമർക്കല്ല എമ്മ സ്റ്റോണിന് ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയിരിക്കുന്നത്. എമ്മ സ്റ്റോണിന് ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയ സിനിമയുടെ പേര് പുവർ തിങ്സ് എന്നാണ്. പുവർ തിങ്സ്, മറക്കരുത്, പുവർ തിങ്സ്. അതുകൊണ്ട് നമ്മുടെ കോഡ് ഇതാണ്, പുവർ അമ്മ സ്റ്റോൺ. പുവർ അമ്മ സ്റ്റോൺ എന്നാണ് പഠിച്ചു വെക്കേണ്ടത്. പുവർ അമ്മ സ്റ്റോൺ എമ്മ സ്റ്റോൺ ആണ്. ഏതാണ് സിനിമ? പുവർ തിങ്സ്. പുവർ തിങ്സ്. ബെസ്റ്റ് ആക്ടർ ഇൻ സപ്പോർട്ടിംഗ് റോൾ, നമ്മൾ സഹനടൻ എന്ന് പറയും, അതിൽ ഓസ്കാർ വിളിക്കുന്നതാണ് ബെസ്റ്റ് ആക്ടർ ഇൻ സപ്പോർട്ടിംഗ് റോൾ. റോബർട്ട് ഡൗണി ജൂനിയർ, അമേരിക്കൻ നടനായിട്ടുള്ള റോബർട്ട് ഡൗണി ജൂനിയറിനാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? ബെസ്റ്റ് ആക്ടർ ഇൻ സപ്പോർട്ടിംഗ് റോൾ അഥവാ സഹനടൻ. ഈ റോബർട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള പേരാണ്. നമ്മൾ ആ പേരൊന്ന് ചുരുക്കി പഠിക്കുന്നു, റോബർട്ട് DJR. JR എന്ന് പറഞ്ഞാൽ ജൂനിയർ എന്നാണെന്ന് എല്ലാവർക്കും അറിയാം. റോബർട്ട് ഡൗണി ജൂനിയർ എന്നുള്ളതിനെ നമ്മൾ ചുരുക്കി പഠിക്കുന്നു, റോബർട്ട് DJR. ഓക്കെ, ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ സപ്പോർട്ടിംഗ് റോൾ സഹനടി ഡാവിൻ ജോയി റാൻഡോൾഫ്, അമേരിക്കൻ നടിയാണ്. ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ സപ്പോർട്ടിംഗ് റോൾ അഥവാ സഹനടി ഡാവിൻ ജോയി റാൻഡോൾഫ്. ഡാവിൻ ജോയി റാൻഡോൾഫ് പഠിക്കാനൊരു ശകലം പാടുകളുണ്ട്. നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വേറൊരു രീതിയിലൊന്ന് പഠിച്ചെടുക്കാൻ നോക്കാം. ഈ VINE വൈൻ, JOY ജോയ് സന്തോഷം, റാൻ ഓടി ഡോൾഫ്. നമ്മുടെ കോഡ് ഇതാണ്, വൈൻ കഴിച്ച സന്തോഷത്തിൽ ഡോൾഫ് ഓടിക്കയറി ഓസ്കാർ. വൈൻ കഴിച്ച സന്തോഷത്തിൽ ഡോൾഫ് ഓടിക്കയറി ഓസ്കാർ. ഇതാണ് നമ്മൾ അവതരിപ്പിക്കുന്ന കോഡ്. ഇതൊന്ന് പഠിച്ചെടുക്കാൻ നോക്കുക. ആ പേര് നമ്മുടെ മനസ്സിൽ നിന്ന് പിന്നെ പോകത്തില്ല. വൈൻ കഴിച്ച സന്തോഷത്തിൽ ഡോൾഫ് ഓടിക്കയറി ഓസ്കാർ. ഓക്കെ, സഹനടി ഡാവിൻ ജോയി റാൻഡോൾഫ്. ഡാവിൻ ജോയി റാൻഡോൾഫ്. ഒറിജിനൽ സ്ക്രീൻ പ്ലേ, യഥാർത്ഥ തിരക്കഥ അനാട്ടമി ഓഫ് എ ഫോൾ, ജസ്റ്റിൻ ട്രൈറ്റ് ആൻഡ് ആർതർ ഹരാരി. ജസ്റ്റിൻ ട്രൈറ്റ് ആൻഡ് ആർതർ ഹരാരി അവർക്കാണ് ഏറ്റവും നല്ല തിരക്കഥ എന്ന് നമ്മൾ പറയുന്ന ഒറിജിനൽ സ്ക്രീൻ പ്ലേക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നു. ഈ ആർതർ ഹരാരിയും ജസ്റ്റിൻ ട്രൈറ്റും തമ്മിലൊരു ബന്ധമുണ്ട്. അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. ലോകം അറിയുന്ന വലിയ സിനിമാ പ്രവർത്തകരാണ്, വലിയ സാമൂഹ്യ പ്രവർത്തകരുമാണ് ആർതർ ഹരാരി ആൻഡ് ജസ്റ്റിൻ ട്രൈറ്റ്. ഇത് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് തിരക്കഥ എഴുതി ട്രൈറ്റ് സംവിധാനം ചെയ്ത സിനിമയാണ് അനാട്ടമി ഓഫ് എ ഫോൾ. ഇനി നമ്മൾ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ചെന്ന് ഇറങ്ങിയ സ്ഥലത്തിന് നമ്മൾ പേരിട്ടു. ആ പേരെന്താണ്? ശിവശക്തി എന്നുള്ളതാണ്. ശിവനും ശക്തിയും ചേർന്ന അതാണ് ശിവശക്തി. ഇവിടെ ഈ ഒരേ മനസ്സോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തിൻ്റെ മുന്നിൽ സിനിമകൾ അവതരിപ്പിക്കുന്ന ഈ ദമ്പതികൾക്ക് നമ്മളൊരു പേര് നൽകുന്നു. ആ പേരിതാണ് ഹരി ട്രൈറ്റ്. ഇതാണ് നമ്മുടെ പേര്, ഹരി ട്രൈറ്റ്. ഹരി ട്രൈറ്റ് നിങ്ങൾ പഠിക്കുക. ഹരി ട്രൈറ്റ് അവർക്കാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? തവണത്തെ ഒറിജിനൽ സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നു. ഹരി ട്രൈറ്റ്. അനാട്ടമി ഓഫ് എ ഫോൾ എന്ന് പറയുന്ന പേര്, ആ സിനിമയുടെ പേര്, അത് മറന്നു പോയിരിക്കാനായിട്ട് അല്പം അതിൻ്റെ കഥ പറയാം. അല്പം. ഭർത്താവ് വീട്ടിൽ വീണു മരിക്കുന്നു. ഫോൾ, ദാറ്റ്സ് ഫോൾ. വീണു മരിക്കുന്നു. വീട്ടിലുണ്ടായിരുന്ന ഭാര്യയുടെ പേരിൽ കൊലപാതക കുറ്റം ചുമത്തി കേസെടുക്കുന്നു. ആ കേസിൻ്റെ വിചാരണ, ആ ഫോളിൻ്റെ വിചാരണ, അനാട്ടമി, ആ ഫോളെ സംബന്ധിച്ച, ആ വീഴ്ച സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും കോടതി വിശദമായി പരിശോധിച്ച് അവസാനം ഈ ആരോപിതയായ ഭാര്യയെ കുറ്റവിമുക്തിയാക്കുന്നതാണ് ചിത്രം അനാട്ടമി ഓഫ് എ ഫോൾ. ഓക്കെ, ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം അവാർഡ് സോൺ ഓഫ് ഇൻട്രസ്റ്റ്. സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം അവാർഡ് എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിക്കപ്പെടുന്നതും നോൺ ഇംഗ്ലീഷ് ഡയലോഗ് ട്രാക്ക് ഉള്ളതുമായ സിനിമയ്ക്ക് നൽകുന്നതാണ്. ഇംഗ്ലീഷ് അല്ലാത്ത ഡയലോഗ് ഉപയോഗിക്കുന്ന അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിക്കപ്പെടുന്ന സിനിമകൾക്ക് നൽകുന്ന അവാർഡിൻ്റെ പേരാണ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം അവാർഡ്. അത് ലഭിച്ചിരിക്കുന്നത്
ഈ സിനിമയ്ക്കാണ് സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ഇംഗ്ലണ്ടിൽ നിർമ്മിക്കപ്പെട്ടെങ്കിലും അതിനകത്ത് ഡയലോഗുകൾ ജർമ്മൻ, പോളിഷ്, യദ്ദിഷ് എന്നീ ഭാഷകളാണ് ആ സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഈ പേര് സോൺ ഓഫ് ഇൻട്രസ്റ്റ് ഓർത്തിരിക്കാനായിട്ട് ആ സിനിമയുടെ ഒരു ചക്കരം കാര്യം പറയാം. കോൺസെൻട്രേഷൻ ക്യാമ്പിനടുത്ത് കുടുംബമായി താമസിക്കാൻ പോകുന്ന ഒരു റിട്ടയേർഡ് കമാൻഡറുടെ കഥ പറയുന്ന സിനിമയാണ് എന്ത്? സോൺ ഓഫ് ഇൻട്രസ്റ്റ്. അദ്ദേഹം കമാൻഡറായിരുന്നു. അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താണ്? ആ താല്പര്യം അനുസരിച്ചാണ് അദ്ദേഹം എവിടെ പോകുന്നത്? സോൺ ഓഫ് ഇൻട്രസ്റ്റ്, താല്പര്യമുള്ള മേഖല. കോൺസെൻട്രേഷൻ ക്യാമ്പിനടുത്ത് പോയി താമസിക്കാനുള്ള താല്പര്യം അദ്ദേഹത്തിൻ്റെ സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, മറക്കില്ല. ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം 20 Days in Mariupol. അപ്പോൾ ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിമിന് അവാർഡ് കൊടുക്കുന്നുണ്ട്. ഇത്തവണ കിട്ടിയിരിക്കുന്നത് ഏത് സിനിമയ്ക്കാണ്? 20 Days in Mariupol. മരിയൂപ്പോൾ നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുന്നു. റഷ്യ പിടിച്ചെടുത്ത ഉക്രൈൻ്റെ പട്ടണമാണ് മരിയൂപ്പോൾ. ആ മരിയൂപ്പോളിൽ റഷ്യൻ ആക്രമണ സമയത്ത് അകപ്പെട്ടുപോയ ഉക്രൈൻ പത്രപ്രവർത്തകരുടെ യഥാർത്ഥ ജീവിത യാഥാർത്ഥ്യം സിനിമയാക്കിയതാണ് എന്ത്? 20 Days in Mariupol. അതുകൊണ്ട് ഈ ചരിത്ര യാഥാർത്ഥ്യമായിട്ട് ഒന്ന് ലിങ്ക് ചെയ്താൽ മതി. 20 Days in Mariupolൻ്റെ പേര് നമ്മൾ മറക്കില്ല. ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം അവാർഡ് 2024. ഒറിജിനൽ സോങ് വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ. യഥാർത്ഥ ഗാനം ഞാൻ എന്തിന് നിർമ്മിക്കപ്പെട്ടു. ബില്ലി എലീഷ്, ഫിനിയാസ് ഒ കോണൽ. അപ്പോൾ ഒറിജിനൽ സോങ് നമുക്കറിയാം, നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളതാണ്. 24 ഒറിജിനൽ സോങ് അവാർഡ് നേടിയിരിക്കുന്ന ആരാണ്? ബില്ലി എലീഷ് ആൻഡ് ഫിനിയാസ് ഒ കോണൽ. ബില്ലി എലീഷ് ആൻഡ് ഫിനിയാസ് ഒ കോണൽ. അവരെ അറിയുന്നവരുണ്ടാവാം, അറിയാത്തവരുണ്ടാവാം. അറിയാത്തവർക്ക് വേണ്ടി അല്പം കാര്യം. ലോകമറിയുന്ന, ലോകപ്രശസ്തയായ വലിയ അമേരിക്കൻ ഗായികയാണ് ബില്ലി എലീഷ്. അവരുടെ സഹോദരനാണ് ഫിനിയാസ് ഒ കോണൽ. അവർ രണ്ടും സഹോദരന്മാരാണ്. അവർ രണ്ടുപേരും ചേർന്ന് എഴുതി ബില്ലി എലീഷ് പാടിയ ഗാനമാണ് വാട്ട് ഐ വാസ് മെയ്ഡ് ഫോർ. ഞാൻ എന്തിനായി നിർമ്മിക്കപ്പെട്ടു എന്നുള്ള പാട്ട്. ഈ പേര് പഠിച്ചിരിക്കാനും ഒരിക്കലും മറന്നുപോയിരിക്കാനായിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ യൂട്യൂബിൽ ഇവർ രണ്ടുപേരുടെയും ഓരോ പാട്ടൊന്ന് കേൾക്കുക. ബില്ലി എലീഷിൻ്റെ ഒരു പാട്ട് യൂട്യൂബിൽ കേൾക്കുക, ഫിനിയാസ് ഒ കോണലിൻ്റെ ഒരു പാട്ട് യൂട്യൂബിൽ കേൾക്കുക. ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി. പിന്നെ ഈ പേര് മറക്കുകയില്ല, അവരെ മറക്കുകയില്ല, ഒരു കാലത്ത് മറക്കുകയില്ല. സിനിമാറ്റോഗ്രഫി, ഛായാഗ്രഹണം ഹോയ്റ്റ് വാൻ ഹോയ്റ്റമ്മ. ഹോയ്റ്റ് വാൻ ഹോയ്റ്റമ്മ എന്ന് പറയുന്ന ഛായാഗ്രഹനാണ് നമ്മുടെ ഓപ്പൺഹൈമർ എന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനാണ് 2024 എന്ത് കിട്ടിയത്? സിനിമാറ്റോഗ്രഫിക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഈ ഹോയ്റ്റ് വാൻ ഹോയ്റ്റമ്മ എന്നുള്ളതിൻ്റെ ആ ഹോയ്റ്റിന് നമ്മളൊരു ചെറിയ മാറ്റം വരുത്തുന്നു, ഹോയിസ്റ്റ് ആക്കുന്നു. HOIST, ഹോയിസ്റ്റ്. ഹോയിസ്റ്റ് നിങ്ങൾക്കറിയാം, നമ്മൾ പതാക ഉയർത്തുക എന്നൊക്കെ പറഞ്ഞ പോലെ ഉയർത്തുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഹോയിസ്റ്റ് വാൻ, വാൻ ഉയർത്തുക അല്ലേ? ഹോയിസ്റ്റ് വാൻ എന്ന് പറഞ്ഞാൽ വാൻ ഉയർത്തുക. ഇനി ഞാൻ പറയുന്ന ചിത്രം നിങ്ങൾ മനസ്സിൽ പതിപ്പിച്ചോളുക. ഓസ്കാർ വേദിയിൽ ഒരു വാൻ ക്രെയിനിൽ ഇങ്ങനെ ഉയർത്തി നിൽക്കും. ഒരു വാൻ ഹോയിസ്റ്റ് ചെയ്തിരിക്കുന്നു, ഉയർത്തി നിർത്തിയിരിക്കുന്നു. ആ വാനകത്തൊരാൾ ക്യാമറയിലൂടെ എന്ത് ചെയ്യുന്നു? ചിത്രം പിടിക്കുന്നു. അതാണ് നമ്മൾ പറയുന്ന ഇമേജ്. ഈ ഇമേജാണ് മനസ്സിൽ പതിപ്പിക്കേണ്ടത്. ഓസ്കാർ വേദിയിൽ ഒരു വാൻ ക്രെയിനിലൂടെ ഉയർത്തി പിടിച്ചിരിക്കുന്നു. ആ വാനകത്തൊരാൾ സിനിമ പിടിക്കുന്ന ക്യാമറ കൊണ്ട് ചിത്രം പിടിക്കുന്നു. അതാണ് ഹോയിസ്റ്റ് വാൻ. ഹോയിസ്റ്റ് വാനാണ് ഛായാഗ്രഹൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? പ്രധാനമായിട്ടും ഓസ്കാർ 2024 ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇതെല്ലാം തന്നെ ഈ ട്രിക്കുകളിലൂടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.